പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുയോഗത്തിൽ എം മണി MLA നടത്തിയ പരസ്യ വെല്ലുവിളിക്കും ഭീഷണിക്കുമെതിരെ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത എം മണിയുടെ ഭീഷണി സ്വരത്തിലുള്ള വെല്ലുവിളികൾ നാടിനും പൊതുസമൂഹത്തിനും ആപത്താണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സമയത്ത് നടത്തിയ വിവാദമായ പരാമർശങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് ഭരണപക്ഷിയുടെ ആളെന്ന നിലയിൽ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ബാധ്യതയുള്ള ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശാന്തമ്പാറയിൽ അദ്ദേഹം കഴിഞ്ഞ 8 വർഷക്കാലത്തെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയട്ടെ, അല്ലാതെ ഇപ്പോഴും 10-30 വർഷത്തിന് പിന്നിലേക്ക് CPM നയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധിയായ എം മണിയുടെ ഭീഷണി സ്വരത്തിലുള്ള വെല്ലുവിളികൾ നാടിനും പൊതുസമൂഹത്തിനും ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്തിക്ക് വേണ്ടി എം മണി നടത്തുന്ന ഇത്തരം തരംതാണ ആഹ്വാനങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. KK രമ MLAക്കെതിരെ നിയമസഭയിൽ ഭീഷണി, മൂന്നാറിലെ പൊമ്പുളയൂരുമൈ നേതാവിനെ പരസ്യമായി അവഹേളിക്കൽ, വനിതാ കോളേജ് പ്രിൻസിപ്പലിനെ മോശമായി ചിത്രീകരിക്കൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡീൻ കുര്യാക്കോസിനെ പരസ്യമായി ആക്ഷേപിച്ചത് തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രമാണ്. CPMൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനും അണികളെ പിടിച്ചു നിർത്താനുമാണ് അടി തിരിച്ചടി പ്രയോഗങ്ങൾ എം മണി നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണപാളിച്ചകൾ, രൂക്ഷമായ വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക, CHR പ്രശ്നം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും കൂടിയാണ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. എം മണിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് പരാതി നൽകുമെന്ന് DCC ജനറൽ സെക്രട്ടറി G മുരളീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ, ടോമി ജോസഫ്, ടോമി കരിയിലക്കുളം, പാപ്പച്ചൻ മൂലേക്കുളത്തിൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.